ഹലോ, 1.5 വർഷമായിട്ടു ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷെ 1-2 വീഡിയോസ് മാത്രം ഇട്ടിട്ട് പിന്നെ ഞാൻ ആ വഴിക്ക് വന്നിട്ടേ ഇല്ല. ഇപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, ചില ദിവസങ്ങളൊക്കെ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാതെ കടന്നു പോകുമ്പോൾ നമ്മളെ വിശേഷങ്ങളൊക്കെ മറ്റുള്ളവരോട് പങ്കുവെക്കാൻ തുടങ്ങിയാൽ കുറച്ചെങ്കിലും നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മുടെ ദിവസങ്ങളൊക്കെ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ടാവുമെന്ന്. അങ്ങനെയാണ് ഞാൻ ആലോചിച്ചത്, എൻ്റെ ചാനൽ കുറച്ച് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു കുഞ്ഞു വിശേഷം കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് മോൻ്റെ സ്കൂളിൽ നിന്ന് ഒരു ഔട്ടിംഗ് ആണ് കേട്ടോ, ഒരു പാർക്കിലോട്ട്, തൊട്ടടുത്തുള്ള ഒരു പാർക്കിലോട്ട് തന്നെ. ഇവിടെ ഇപ്പോൾ സമ്മർ ടൈമാണ്, അപ്പോൾ അവർ മക്കളെയും കൊണ്ട് പാർക്കിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മക്കളും പാർക്കിൽ വന്നതാണ്. അപ്പം അതെൻ്റെ മൂത്ത മോനാണ്, അർഹം എന്നാണ് അവൻ്റെ പേര്. ഞങ്ങളതിനെ യാച്ചു എന്നാട്ടോ വിളിക്കുക. അപ്പോൾ അവർ ഇങ്ങനെ ഓരോ ഗെയിംസൊക്കെ ഓർഗനൈസ് ചെയ്യും, എന്നിട്ട് എല്ലാ മക്കളെയും കൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുകയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവന് ഇപ്പോൾ ഭയങ്കരമായിട്ടും ഗെയിംസിലുമൊക്കെ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ടോ ഫീൽ ചെയ്യുന്നത്. കാരണം അതിന് പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങളിങ്ങോട്ട് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്ത സമയത്ത് അവന് സ്കൂളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. അവന് എൻ്റെ മേലിൽ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. പ്രത്യേക ടൈപ്പ് ഓഫ് ഇൻട്രോവേർട്ടായിരുന്നു കേട്ടോ അവന്. ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മെയിൻ കാരണം അവരുടെ സ്കൂളും അവിടുത്തെ ടീച്ചേഴ്സൊക്കെ തന്നെയാണെന്ന് ഞാൻ പറയട്ടോ. കാരണം ഭയങ്കര കൈൻഡാണ്, ഭയങ്കര സപ്പോർട്ടീവ് ആണ് കേട്ടോ. അപ്പോൾ അവർ മക്കൾക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പ്രോഗ്രാംസൊക്കെ ഓർഗനൈസ് ചെയ്തിട്ട് അവർ മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് റിവാർഡ്സൊക്കെ കൊടുക്കും കേട്ടോ. ഇതിപ്പോൾ അവൻ്റെ ഫേവറേറ്റ് ടീച്ചർ ഇങ്ങനെ എന്തോ ഗിഫ്റ്റ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ടേം ബ്രേക്കിലും ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടൊക്കെ അവർ ചെയ്യും കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ മക്കൾക്ക് ഇതിങ്ങനെ കിട്ടുന്ന സമയത്ത്. ഇവർക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് കേട്ടോ. അപ്പോൾ അവനിനി അത് തുറന്ന് നോക്കാൻ ഭയങ്കര ക്യൂരിയസാണ്. അപ്പോൾ ഇപ്രാവശ്യം ഡൈനോസർ ബുക്കാട്ടോ കിട്ടിയിട്ടുള്ളത്. അത് അവൻ്റെ മിസ് അവനക്ക് കൊടുത്തായിരിക്കും, കാരണം അവന് ഭയങ്കര ഡൈനോസർ ഫാനാട്ടോ. അപ്പോൾ കഴിഞ്ഞ ടേം ബ്രേക്കിന് അവനക്ക് മിസ് ഒരു ഡൈനോസറിൻ്റെ ഹുഡി ആയിരുന്നു കേട്ടോ പ്രൊവൈഡ് ചെയ്തത്. അപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അടുത്ത് ആലി ഇരിക്കുന്നുണ്ട്. ആളിങ്ങനെ കളിക്കാനും ഇപ്പം ഇങ്ങനെ കൈ വീശാനൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അതേസമയം തന്നെ ആൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കുറേ ബുദ്ധിമുട്ട് ഇങ്ങനെ ആക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അതിനിടയ്ക്ക് ആലി ഉറങ്ങിപ്പോയി കേട്ടോ. പിന്നെ അവിടെ കുറച്ച് നേരം അവന് മക്കളെ കൂടെയൊക്കെ കളിച്ചു. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ആദ്യം അതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ അവൻ തന്നെ കളിക്കാൻ തുടങ്ങി. അവൻ കുറേ കൂടെ തന്നെ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ആളാട്ടോ. കുറേ കഴിയുമ്പോൾ അവന് കളിക്കും, അല്ലെങ്കിൽ ആലിൻ്റെ കൂടെ കളിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അവന്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മൾ കുഞ്ഞു വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.